അങ്ങനെ ഞങ്ങൾ ഈ 6 പേര് കേരളത്തിൽ നന്നായിട്ട് പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് കരീം, തനൂഫ് കരീം എന്ന് പറയും. കരീം ഒരു ദിവസം എടുത്ത് പറഞ്ഞു, കരീം ഗൾഫിലാണ്, ദുബായിലാണ്. അതുപോലെ നിങ്ങൾക്ക് 1-2 പേർക്ക് വന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ഞാൻ എൻ്റെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ. അങ്ങനെ അധികം മിമിക്രിക്കാരൊന്നും വന്നിട്ടില്ല. 87-ലാണ് ഈ സംഭവം. ഞാൻ പറഞ്ഞാൽ അതിനെന്താ ചെയ്യാം, 2 പേര് പോവാം. ഞാൻ പറഞ്ഞാൽ 2 പേരാക്കണതിന് ഞങ്ങൾ ഫുൾ ട്രൂപ്പ് അങ്ങോട്ട് വരാം. ആ ഫുൾ ട്രൂപ്പ് ഇപ്പോൾ കലാപം വരാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ പൈസ ചോദിക്കില്ല, അതൊക്കെ സംസാരിക്കാനുള്ളതെന്നും പറഞ്ഞ് അങ്ങനെ കരീമായിട്ട് ഞാൻ ആഭിരചനായിട്ട് കരീം സംസാരിച്ച് വന്നപ്പോൾ അത് കലാഭവൻ്റെ ഗാനമേളയും മിമിക്സ് പരേഡും ഒന്നിച്ച് നമുക്കൊരു യാത്ര തിരിക്കാമെന്നുള്ള ഒരു സംഭവത്തിലോട്ട് വരികയാണ്. അങ്ങനെ കൊച്ചിൻ കലാഭവൻ ആദ്യമായിട്ട് ഗൾഫിൽ ലാൻഡ് ചെയ്യുകയാണ്. ഞങ്ങളൊരു 13 പേരാണെന്ന് എൻ്റെ ഓർമ്മ. ഞങ്ങളീ പറഞ്ഞ 6 പേര് മിമിക്രി ആർട്ടിസ്റ്റുകളും ആലീസും സാബും പീറ്ററും പാടാനും ഓർക്കസ്ട്രക്കാർ ഇന്നും ഓർക്കുന്നുണ്ട്. സേവ്യാർ, 2 സേവ്യാറുണ്ട്. കീബോർഡ് ഡ്രംസ് വായിക്കണ സേവ്യാർ, ഗിത്താറിസ്റ്റ് ദിനേശ്, ഫ്ലൂട്ട് പീറ്റർ, തബല രാധാകൃഷ്ണൻ. അങ്ങനെ 13 പേര് ലാൻഡ് ചെയ്യണം. ഇന്നും ആ രാത്രി ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് എനിക്കോ എൻ്റെ ഓർമ്മയിൽ ദുബായ് എയർപോർട്ടിലാണ്. അപ്പോൾ രാത്രി വെളുപ്പാൻ കാലത്താണത്. ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇന്നവരെ കാണില്ല, ആരും ഇന്നവരെ കണ്ടിട്ടില്ല അങ്ങനെ പകൽ പോലെ. കാരണം വെച്ചാൽ നോമ്പ് കാലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിന് 2 ദിവസം മുമ്പ് റംസാൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ പ്രോഗ്രാമാണ് കരീം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ഗൾഫിൻ്റെ രാത്രികളൊക്കെ പകൽ പോലെ ഇരിക്കും, എല്ലാവരും പുറത്തായിരിക്കും. അറബികളും മലയാളികളൊക്കെ സ്ട്രീറ്റിലിരുന്നിട്ട് കാവ കുടിച്ചും സന്തോഷം പങ്കിടുന്ന വലിയ വലിയ രാത്രികളതൊക്കെ. അങ്ങനെയുള്ള രാത്രിയുടെ വെളുപ്പാങ്കാലത്താണ് ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. ഞങ്ങൾ അക്കോമഡേഷൻ സ്ഥലത്തോട്ട് ഇന്നും ഓർക്കുന്നത് അജ്മാനിലെ ഒരു ഗസ്റ്റ് ഹൗസിലാണ്. ആ യാത്ര ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു ഞങ്ങൾ. എനിക്ക് തോന്നുന്നൊരു 4-5 പ്രോഗ്രാമിന് വേണ്ടിയിട്ടന്ന് പോയതാണ്. പക്ഷേ ആദ്യ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വൻ വിജയവും ഖലീജ് ടൈംസ്, ഗൾഫ് ന്യൂസ് പോലുള്ള പത്രങ്ങളുടെ ഇൻ്റർവ്യൂസ് ഗൾഫിൽ മൊത്തം ത്രൂ ഫോണിൽ കൂടെയും ഒക്കെ ആയിട്ട് എല്ലാവരും അറിയണം ഒരു ഡിഫറൻറ്റ് പ്രോഗ്രാം വന്നിരിക്കുന്നു കൊച്ചിൻ കലാഭവൻ്റെ. അങ്ങനെ 4 പ്രോഗ്രാമിന് വന്ന ഞങ്ങൾ 10-15 പ്രോഗ്രാം ചെയ്തു എൻ്റെ ഓർമ്മയിൽ. UAE തന്നെ അജ്മാൻ, അല്ലൈൻ, ഷാർജ, ദുബായ്, റാസൽ ഖൈമ, ഉമ്മൽ കൊയിൻ, ഫുജറ എല്ലാ സ്ഥലങ്ങളിലും പ്രോഗ്രാം ചെയ്യേ. അത് കൂടാതെ പിന്നെ ഒമാനിൽ പോയി, ഖത്തറിൽ പോയി, ബഹ്റിനിൽ പോയി. ഒരു വലിയ യാത്രയായിട്ട് മാറിയത്. വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ആ യാത്രയിൽ ഇന്നും ഓർക്കേണ്ട ആബിലച്ചൻ ഈ പറഞ്ഞുകൊണ്ട് ഭയങ്കര സൂക്ഷ്മതയുള്ള ഒരാളാണ്, ഭയങ്കര നർമ്മം കലർത്തി സംസാരിക്കുന്ന ആളാണ്. ഞങ്ങൾ സൂറിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയ, മറ്റേ സലരയിലോട്ട് പോയ ബൈ റോഡാണ് പോകുന്നത്. എനിക്കൊണ്ടൊരു 10-12 മണിക്കൂർ യാത്രയായിട്ടുണ്ടെന്ന്. ഈ യാത്രയിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ സീറ്റിലിങ്ങനെ വലിയൊരു നീളം കൂടിയ ബസ്സാണ്. ബസ്സിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്തിങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ, ഞാനും സൈനൊരു സീറ്റിലിരിക്കുന്നുണ്ട്, ജയറാമും സൗണ്ട് ഓപ്പറേറ്റർ രാമും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇരുന്നിങ്ങനെ പോകുമ്പോൾ ആബിലച്ചൻ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കും. ആബിലച്ചൻ ശ്രദ്ധിച്ചിട്ട് ഞങ്ങളുടെ സംസാരങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഞങ്ങളിങ്ങനെ തമാശ പറഞ്ഞിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ തമാശ നിർത്തും. അങ്ങനെ അച്ഛൻ വന്നിട്ട് പെട്ടെന്ന് ഈ ജയറാമും രാമും ഇരിക്കുന്ന സീറ്റിൽ വന്നിട്ട്, അപ്പോൾ അവരിങ്ങനെ ഈ വിജനമായ മരുഭൂമിയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, എന്തോ ആലോചിച്ചിരിക്കണം. അപ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിച്ച്, എന്ത് പറ്റിയുണ്ടവർക്ക് ഒരു വിഷമം പോലെ? ജയറാം പറഞ്ഞു ഒന്നുമില്ല അച്ഛോ. രാമു പറഞ്ഞില്ല ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ വീട്ടിലെ കാര്യം. അതൊന്നുമല്ല, ഈ സ്ഥിരം അടിക്കുന്നവർക്ക് 2 അടിച്ചില്ലെങ്കിലേ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, എനിക്കറിയാം അതിനെക്കുറിച്ച്. അടുത്തവിടെ നിർത്തുമ്പോൾ ഇതാണ് ആബിലച്ചൻ. അങ്ങനെ ഒന്നും ആ പ്രോഗ്രാം, ഒമാനിലെ പ്രോഗ്രാമും ഖത്തറിലെയും ബഹ്റിനിലെയൊക്കെ പ്രോഗ്രാം വളരെ ഗംഭീര, ഞങ്ങളുടെ ഭാഷ പറഞ്ഞ ബോംബായി മാറി. അങ്ങനെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഞങ്ങൾ തിരിച്ചു വന്നു. 1 മാസത്തിനുള്ളിൽ വീണ്ടും തനൂഫ് കരീം വീണ്ടും പ്രോഗ്രാം ബുക്ക് ചെയ്യും. 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പോകണം. അങ്ങനെ വീണ്ടും നാട്ടിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ജയറാം ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര സന്തോഷ വാർത്ത ഉണ്ടടാ. അതെന്ത് പറ്റി, എന്താണ്? ആരുടെ അടുത്തും പറയണം, നമ്മൾ അറിഞ്ഞാൽ മതി. ഇപ്പോൾ എനിക്കൊരു സിനിമാ അവസരം വന്നിട്ടുണ്ട്,
ഏറ്റവും വലിയ അവസരമാണ്. ഞാൻ ചോദിച്ചാൽ ആരാ എന്താ? പത്മനാഭൻ സാറിൻ്റെ സിനിമയിൽ വിളിച്ചിരിക്കുന്നു പുതിയ പടത്തിലോട്ട്. ഞാൻ സാറിനെ പോയി കണ്ടു, ഏകദേശം കൺഫേംഡാണ്, സമയമെടുക്കും, അപ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു. സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം പത്മരാജൻ്റെ സിനിമയിലൊക്കെ നായകനായിട്ട് വിളിച്ചേക്കാണേ, ചെറിയ കാര്യമാണ് അത്. ഞാൻ പറഞ്ഞു നമുക്ക് എല്ലായിടത്തും പറയാമെന്ന് പറഞ്ഞു. വേണ്ട, ഇപ്പോൾ ആരുടെ അടുത്തും പറയണ്ട, പക്ക കനപ്രവേശം കിട്ടട്ടെ. അങ്ങനെ വന്നു, ഏകദേശം കൺഫേംഡായി. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ യാത്രയുടെ സമയമായി ഗൾഫിലോട്ട് പോകാൻ. അപ്പോൾ എനിക്ക് മാത്രമേ അറിയൂ ജയറാമിനിങ്ങനെ സെലക്ട് ചെയ്തേക്കണ കാര്യം. ജയറാമും ഈ സന്തോഷം കൊണ്ടൊന്ന് ഗ്ലാമർ കൂടി. അല്ലെങ്കിൽ തന്നെ ജയറാമാണ് ട്രൂപ്പിലെ ഏറ്റവും ഗ്ലാമർ. അങ്ങനെ രണ്ടാമത്തെ യാത്രയ്ക്ക് തന്നെ പേരെടുത്തു. ചില ആർട്ടിസ്റ്റൊക്കെ മാറ്റമുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റുകളിൽ രവി മാറി വേറൊരു ഗോപാലൻ വന്നു. ബാക്കി ഞങ്ങൾ പറഞ്ഞ നാരായണൻകുട്ടിയും പ്രസാദും സൈനുദ്ദീനും ഞാനും ജയറാം തന്നെ. പാട്ടുകാരിലും ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ജയറാമിൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ സൈനുവിൻ്റെ അടുത്ത് പറയടാ സൈനു. ഞാനും ജയറാമും സൈനുവും പ്രസാദമാണ് മിക്കവാറും കമ്മ്യൂണിക്കേഷനൊക്കെ. സൈനുവിൻ്റെ അടുത്ത് പറയടാ, നല്ലൊരു വാർത്തയല്ല, നമുക്ക് ഏതായാലും എനിക്ക് സൈനുവിൻ്റെ അടുത്ത് പറയാമല്ലോ. നമുക്ക് സൈനുവിൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ പത്മനാഭൻ സാറിൻ്റെ പടത്തിൽ ജയറാമിനെ നായകനായിട്ട് തിരഞ്ഞെടുത്ത് നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഷൂട്ടിംഗ് തുടങ്ങും. അപ്പോൾ സൈനുദ്ദീനെ സംബന്ധിച്ചോളം അവന് എല്ലാം തമാശയാണ്. അവന് വേണമെങ്കിൽ മരിച്ച വീട്ടിൽ പോയിട്ടും കൗണ്ടർ പറയും. അപ്പോൾ ഞാനും സൈനുദ്ദീനും ജയറാമൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സൈനു എന്നെ തോന്നിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ട് പാടും, റെസ്റ്റ് ഹൗസിലെ പാട്ട്. പൗർണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു എന്നുള്ള പാട്ട്, പത്മരാഗം പുഞ്ചിരിച്ചു. സൈനു പാടുന്നത് എങ്ങനെ? പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു പത്മരാജൻ അന്തരിച്ചു. ജയറാമിനെ നോക്കിയിട്ട് ജയറാമിൻ്റെ ഞെട്ടലുണ്ട്. ഇത് ഒരു പ്രാവശ്യമില്ല, പല സ്റ്റേജുകളിലും കയറാൻ നിൽക്കുമ്പോഴൊക്കെ ഈ പാട്ട് പാടിക്കളയവൻ. അങ്ങനെ കുറേ രസകരമായ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് പ്രോഗ്രാമും അതുപോലെ തന്നെ ഹിറ്റായി, പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകളായി. അവിടെ ഞങ്ങൾ അറിയപ്പെടുന്ന താരങ്ങളായി മാറി ഗൾഫ് മേഖലകളിൽ. ഇതിനിടയിൽ ഷെറാട്ടൺ ഹോട്ടൽ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഞാൻ അനൗൺസ് ചെയ്തു, ഇങ്ങനെ ഞങ്ങളുടെ ഒരാളെ, സന്തോഷ വാർത്തയാണ്, ഞങ്ങളുടെ ഒരാളെ പത്മരാജൻ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തു നായകനായിട്ട്, ജയറാമിനെ. ഭയങ്കര കയ്യടിയായിരുന്നു അന്ന്. അങ്ങനെ എല്ലാവരും അറിഞ്ഞു, വലിയ സന്തോഷമായി, ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ചില്ലറ കാര്യമാണ് പത്മരാജൻ്റെ സിനിമയിലൊക്കെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് നായകനായിട്ട് എത്താതെ ഞങ്ങളുടെ ഒരാളായിട്ട്. അങ്ങനെ നാട്ടിലെത്തി. അപ്പോൾ ഇതിനടുത്ത് ജയറാം പറഞ്ഞു, ഇങ്ങനെ അച്ഛാ അധികം നാൾ ഞാൻ ഉണ്ടാവില്ല, എനിക്ക് പോകേണ്ടി വരും, വെളി വന്നാൽ ഞാൻ പോവും സിനിമയ്ക്ക്, അപ്പോൾ പകരക്കാരൻ കണ്ടെത്തണം എന്നുള്ള മട്ട്. അപ്പോൾ ഇതിനിടെ ഞാനൊന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ UC കോളേജിൽ പഠിച്ച എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടായിരുന്നു, ശ്രീകുമാറിൻ്റെ ഒരു പെങ്ങളുടെ മകൻ. അവൻ മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവൻ കലാഭവനിൽ കയറാൻ ചാൻസ് ചോദിച്ചിട്ട് അടുക്ക് വരും എൻ്റെ വീട്ടിൽ, ശ്രീകുമാർ പറഞ്ഞിട്ട്. ഈ സുനിലിൻ്റെ പേര്, സുനിലിൻ്റെ കൂടെ ഒരു ഗോപാലകൃഷ്ണൻ ഉണ്ടാവും. ഇവരിടക്കൊക്കെ വരാറുണ്ട്. ഇടയ്ക്കൊക്കെ വന്ന് മിമിക്രിയൊക്കെ കാണിച്ച് കാപ്പിയൊക്കെ കുടിച്ച് നല്ല രസികന്മാരാണ്, രണ്ടും തമാശയൊക്കെ പറഞ്ഞ് പോകും. അപ്പോൾ ഇവരെൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വീണ്ടും പരേഡ് കളിക്കുന്നു. ഇങ്ങനെ വന്നു, ജയറാമിന് ഫോൺ വരുന്നു, ഷൂട്ടിംഗ് ഫിക്സ് ചെയ്യുന്നു, ട്രിവാൻഡ്രത്തെത്താം. നേരത്തെ വിളിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ല. അപ്പോൾ ജയറാം ഒന്ന് കലാഭവനിൽ യാത്ര പറയാൻ വേണ്ടി വന്നു. അപ്പോൾ അഭിരസം പറഞ്ഞു, പകരക്കാരൻ വേണമല്ലോ റഹ്മാനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, രണ്ടുപേര് വരാറുണ്ട്, അതിലൊരാൾ മിടുക്കനാണ്. എങ്കിൽ താൻ അയാളെ വിളിച്ചിട്ട് പോകാം, തനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പിന്നെ ഒന്നും നോക്കാനില്ല, വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രതീക്ഷയുണ്ട്, കാരണം ജയറാം കളിക്കുന്ന ആർട്ടിസ്റ്റുകളെയൊക്കെ അനുകരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സുനിൽ ഗോപാലകൃഷ്ണനിലെ ഒരാളെ, ഈ ഗോപാലകൃഷ്ണനായിരുന്നു ബെറ്റർ, ഗോപാലകൃഷ്ണൻ കലാഭവനിൽ കൊണ്ടുവരികയാണ്, അതാണ് ദിലീപ്. അങ്ങനെ പിന്നെ ജയറാം സിനിമയിലോട്ട് പോയി. ദിലീപുമായിട്ടുള്ള ഒരുപാട് വേദികൾ, എനിക്കൊണ്ട് 19 സ്റ്റേജുകളും കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയിൽ ദിലീപ് ജയറാമായിട്ട് പരിചയപ്പെടുന്നുണ്ട് കലാഭവനിൽ വെച്ചിട്ട്. ആ പരിചയപ്പെടൽ ദിലീപിന് ഗുണം ചെയ്തു. ദിലീപ് സിനിമയിലുള്ള എൻട്രി ആയിട്ട് മാറിയത്. കമലിൻ്റെ അസിസ്റ്റൻ്റായിട്ട്, വിഷ്ണു ലോക സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സിനിമ ദിലീപിൻ്റെ. അങ്ങനെ സിനിമയിലുള്ള എൻട്രി ദിലീപിന് അവിടെ നിന്നാണ്. അങ്ങനെ ദിലീപ് വന്ന്, പിന്നെ ദിലീപ് പോയപ്പോൾ പകരം വന്ന ആർട്ടിസ്റ്റാണ് അബി. അങ്ങനെ അബിയും ഷിയാസും ബഷീറും ഞാനും പ്രസാദും നാരായണൻകുട്ടിയൊക്കെ ആയിട്ട്
കുറേ പ്രോഗ്രാം കളിച്ചിട്ടുണ്ട്. ഈ സമയത്ത് എനിക്ക് സിനിമയിൽ അല്പം തിരക്ക് വന്നു. കുറേ നല്ല വേഷങ്ങൾ വന്നു. നയം വ്യക്തമാക്കുന്നു, ഉള്ളടക്കം, പിന്നെ ആകാശക്കോട്ടയിലെ സുൽത്താൻ, കടിഞ്ഞൂൽ കല്യാണം. അപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ സിനിമകൾ വന്നപ്പോൾ ആവേലസം പറഞ്ഞു, ഇതിപ്പോൾ റഹ്മാൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് പല പരിപാടിക്കൊന്നും എനിക്ക് വരാൻ പറ്റുന്നില്ല, ഇതിപ്പോൾ ശരിയാവില്ല, അങ്ങനെയാണ് താൻ എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് പോരാനുള്ള തീരുമാനം എടുക്കുന്നു. അപ്പോൾ നമ്മളോടുള്ള സ്നേഹവും അറ്റാച്ച്മെൻ്റ് കൊണ്ട് കൂടെയുള്ള പല ആർട്ടിസ്റ്റുകളും എൻ്റെ കൂടെ പോരുന്നു. ഞാൻ വിളിച്ച അങ്ങനെ അവർ നമുക്ക് വേറെ ട്രൂപ്പിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പുതിയ ട്രൂപ്പിന് രൂപം കൊടുക്കുക. 91 ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു ട്രൂപ്പ് രൂപം കൊടുത്തു. ആ ട്രൂപ്പിൽ അന്ന് കലോത്സവത്തിൽ കലാതിലകമായിരുന്ന രാജേഷ് കെ പുതുമന, ഈ ഷിയാസ്, ബഷീർ, പിന്നെ രാജനിടുക്കി, അങ്ങനെ കുറേ പേരടങ്ങുന്ന സംഘമായിരുന്നു. അത് ഒരു മിമിക്സ് പരേഡിൻ്റെ നല്ലൊരു കാലഘട്ടമാണ്. എന്നും മിമിക്സ് പരേഡിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിക്കുന്ന ഇനം താരങ്ങളുടെ അനുകരണമാണ്. താരങ്ങളെ അനുകരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ജനം ഇളകി മറിയുന്നത്. ഏറ്റവും കൂടുതൽ ക്ലാപ്സ് വരുന്ന പരിപാടിക്കായിരിക്കും. അന്ന് കലാഭവൻ മിമിക്സ് പരേഡിൽ താരങ്ങളെ അനുകരിച്ചിരുന്നത് ജയറാമും ഞാനും സൈനുദ്ദീനൊക്കെയാണ്. ജയറാം പ്രേംനസീറിനെയും ജനാർദ്ദനെയും ലാലു അലക്സിനെയൊക്കെ അതിമനോഹരമായിട്ട് കാണിക്കുമായിരുന്നു. ഞാൻ MG സോമൻ, നെടുമുടി വേണു, പിന്നെ സിദ്ദിഖാണ് ആദ്യം ചേരുന്ന പപ്പു, പിന്നെ ഞാൻ പപ്പു ചേരുന്നു, സൈനുദ്ദീൻ്റെ മധു. അതിൽ എടുത്തുപൊക്കെ ഹൈലൈറ്റ് സാധനങ്ങളാണ് പ്രേംനസീറും MG സോമനും മധു. ഇങ്ങനെ നല്ല രീതിയിൽ ക്ലാപ്സ് കിട്ടി പ്രോഗ്രാം ഇങ്ങനെ പോണതിനിടയ്ക്ക് അൻസാർ മാളാരവീന്ദ്രൻ കാണിക്കുന്നുണ്ട്. അൻസാർ എന്നാലും ഇടയ്ക്ക് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയും, എടാ നോക്കടാ സുകുമാരൻ എൻ്റെ കറക്റ്റല്ലേ നോക്കിയേ കാണിച്ചേ എന്ന് പറയും. സുകുമാരനെ കാണിക്കും പുള്ളി. പക്ഷെ അത് കറക്റ്റാണല്ലോ ഞങ്ങൾക്കറിയാം, അപ്പോൾ ഞാൻ ഒന്നുകൂടി പെർഫെക്ഷൻ വരാനുണ്ട് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലും പുള്ളിക്ക് വീണ്ടും ഇത് കാണിക്കാനുള്ള ഇതുവരെയാണ്. വീണ്ടും അങ്ങനെ ഒന്ന് കയറണം പുള്ളിക്ക്. അങ്ങനെ ഞങ്ങൾ വിചാരിക്കും ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് പ്രോഗ്രാം പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവന് കയറി കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ജയറാമും സൈനുദ്ദീനെ കൂടി പറയും, അത് വേണ്ട, കാണിക്കണ്ട, അത് ശരിയാവില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനുസാരമെന്ന് പറയാറുണ്ട്. അങ്ങനെ പാലക്കാട് ടൗൺ ഹാളിൽ പ്രോഗ്രാം തിങ്ങി നിറഞ്ഞ സദസ്സ, നല്ല ഓഡിയൻസ്. പ്രോഗ്രാം തുടങ്ങി. തൃശ്ശൂർ പൂരത്തോടുകൂടി പ്രോഗ്രാം ആരംഭിച്ച് വെടിക്കെട്ട്, ഗംഭീര ക്ലാപ്സ്, ഓട്ടോറിക്ഷ, ഭയങ്കര ചിരി. അങ്ങനെ ഇന്ത്യൻ ന്യൂസ് റിവ്യൂ, അങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് താരങ്ങളെ അനുകരിക്കണ ഇതിലോട്ട് വന്നു. അങ്ങനെ ജയറാം പ്രേംനസീറിനെ കാണിക്കുന്നു, ഭയങ്കര കയ്യടി. MG സോമൻ ഞാൻ കാണിക്കുന്നു, നല്ല ക്ലാപ്സ്. മധുസാറിനെ കാണിക്കുന്നു, ഭയങ്കര കയ്യടി. ഇതിനിടയ്ക്കാൻ സാറ് വന്നിട്ട് പറയടാ, ഇതിപ്പം എന്നെ നോക്കിയിട്ട് ഇപ്പം എൻ്റെ കറക്റ്റാണെന്ന് തോന്നുന്നു സുകുമാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ്. അപ്പോഴും ഞങ്ങൾക്കറിയാത് എല്ലാന്ന്. പിന്നെ എന്തോ ഒരു സിമ്പതിപ്പുറ സൈനിന്ന് പറഞ്ഞെങ്കിൽ കയറി ഓക്കേടാ എന്ന് പറഞ്ഞു. പെട്ടെന്ന് കയറി ഞാൻ അനൗൺസ് ചെയ്ത് അടുത്തത് മറ്റൊരു മലയാളത്തിൻ്റെ ഇന്ന് കത്തിച്ചൊരിച്ച് നിൽക്കുന്ന നടൻ സുകുമാരൻ എന്ന് പറയുകൂടി കൊടുങ്കാറ്റ് പോലെ കയ്യടി സുകുമാരൻ എന്ന് പറയുകൂടി. കാരണം അങ്ങനെ സുകുമാരൻ ആരും കാണിക്കാറൊന്നുമില്ല. അങ്ങനെ അൻസാർ സുകുമാരനായിട്ട് സ്റ്റേജിലോട്ട് വരുന്നു, ഡയലോഗ് പറയുന്നു, കൊടുങ്കാറ്റ് പോലെ കൂവലെന്ന് പറഞ്ഞാൽ പരേഡിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു കൂവൽ ഉണ്ടായിട്ടില്ല. പിന്നെ ആൾക്കാരാകെ അസ്വസ്ഥരായി, എന്തൊക്കെ ഇതായി, ഞങ്ങളും ഇതായി, മൊത്തം പ്രോഗ്രാം ഡള്ളായി. പിന്നെ 2 ഐറ്റം കൂടി ഉണ്ട്. പിന്നെ എങ്ങനെയോ കളിച്ച് തീർത്തു. ഞങ്ങൾക്കാണെങ്കിൽ അൻസാറിനെ മുഖത്തോട്ട് നോക്കാൻ ഒരു വിഷമം, അൻസാറിന് ഞങ്ങളെ നോക്കാൻ വിഷമം. മൊത്തം മൂഡ് ഓഫ്. എങ്ങനെയോ പെട്ടെന്ന് പരിപാടി അവസാനിപ്പിച്ച് സംഘാടകരും വന്ന് പറഞ്ഞു, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, നിങ്ങളെന്ത് നന്നായിട്ട് പോയ പ്രോഗ്രാമില്ല, അതിനിടയ്ക്ക് അയാളത് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെന്താ പറയുക, ഒന്നും പറയാം. അങ്ങോട്ട് പരസ്പരം സംസാരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നു. ആരെ എന്താ പറയുക, അൻസാറിൻ്റെ മുഖത്തോട്ടൊക്കെ ഞങ്ങൾക്കും വിഷമം. അവനാണ് ഞങ്ങൾ ആരെ നോക്കാൻ പറ്റില്ല. അവൻ ടെമ്പോയിൽ കയറി ഏറ്റവും പുറയിൽ പോയിരുന്നു. അങ്ങനെ വണ്ടി വിട്ട് അവിടെ നിന്ന് പോന്നു. ഞങ്ങൾക്ക് ഇടയ്ക്ക് ആരോഗ്യം ചിരിയും വന്നിട്ടുണ്ട്. കാരണം ഇവനിങ്ങനെ പറഞ്ഞ് ജയിപ്പിച്ചല്ലേ.
അവസാനം ഞങ്ങൾക്ക് ഇങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്ഥിരം ഒരു കടകളുണ്ടാവും. അങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ ഞങ്ങൾ രാത്രി ജ്യൂസും ചായയൊക്കെ കുടിക്കുന്ന ഒരു കടയുണ്ട്, പരിചയക്കാരനാണ്. അവിടെ കൊണ്ട് വണ്ടി നിർത്തി. അപ്പോൾ എനിക്കൊണ്ട് രാത്രി ഒരു 2 മണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആരും സാധാരണ വണ്ടി ഒന്ന് കയറി കിടന്നൊന്ന് ഉറങ്ങും. ഇത് ഉറക്കം വന്നില്ല, ഈ ടെൻഷൻ. ഇതിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ആബിലച്ചനടുത്ത് ഇത് എത്തുകയും ചെയ്യും. ഇത് അങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റിയ ആൾക്കാർ ട്രൂപ്പിലുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരും മൂഡ് ഓഫിൽ ഇറങ്ങുകയാണ്. ഇറങ്ങി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രസാദ് ഒരു പക്ഷേ പ്രസാദ് ജീവിതത്തിലടിച്ച ഏറ്റവും നല്ല കൗണ്ടറാണ് അത്. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഈ ബെൽറ്റ് മത്തായി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പോസ്റ്റർ, 6 ഷീറ്റ് പോസ്റ്ററാണ്. അതിൽ സുകുമാരൻ ഇങ്ങനെ ബെൽറ്റും പിടിച്ചിങ്ങനെ നിൽക്കണം, റഫായിട്ട് ആരെ തല്ലാൻ നിൽക്കണ ഭാഗത്തിൽ. പെട്ടെന്ന് പ്രസാദ് എന്നിട്ട് ഈ സുകുമാരൻ്റെ പോസ്റ്ററിൻ്റെ താഴെ കാലിൽ പിടിച്ചിട്ട്, എൻ്റെ പൊന്ന് സുകുമാരേട്ട, അൻസാറിനൊരു തെറ്റ് പറ്റിയാണ് അവന് ബെൽറ്റിനടിക്കരുതെന്ന്. അതോടുകൂടി എല്ലാവരും ചിരിച്ച് പിന്നെ സകല മൂഡ് ഓഫും പോയി. അൻസാർ ചാടി വീണ്ടും വണ്ടി കയറി ഏറ്റവും പുറകെ പോയിരുന്നു. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവമാണ്. അതിനുശേഷം പിന്നെ അൻസാർ സുകുമാരൻ എന്നല്ല, സുഗുന്ന് പോലും ട്രൂപ്പിൽ പറഞ്ഞിട്ടില്ല. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വിദ്യാഭ്യാസ കാലത്ത് പല യാത്രകളും പോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിനകത്ത് പോയ യാത്രകളിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്ന് വയനാട്ടിലെ തിരുനെല്ലിയിലേക്കുള്ള യാത്രയാണ്. പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരുമൊത്ത് തിരുനെല്ലി പോയി. തിരുനെല്ലി കാട്ടിലോട്ടിറങ്ങി അവിടെ പക്ഷിപാതാളം കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷിപാതാളം എന്ന് പറയുമ്പോൾ കുറേ പാറക്കൂട്ടങ്ങളാണ്. ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ വവ്വാലുകൾ മാത്രം. ഇന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പല അസുഖങ്ങളും വരുന്ന വവ്വാലാണെന്ന് പറയുന്ന കാലഘട്ടമാണ്. അങ്ങനെ നമ്മൾ ഈ പക്ഷിപാതാളത്തോട്ട് പോകുന്ന തന്നെ ഒരു ആദിവാസി ഗൈഡായിട്ടാണ്. ഒരു പാറയുടെ അകത്തോട്ട് ഇറങ്ങുമ്പോൾ പുള്ളി ചോക്ക് വെച്ചിങ്ങനെ മാർക്കിടും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ മാർക്കിടും. ഇങ്ങനെ നമ്മൾ ഇറങ്ങി പോകും. അന്തമില്ലാത്ത പോക്കാണ്. പോകുന്ന വഴി മാർക്കങ്ങും കണ്ടില്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ പെട്ടിരിക്കും. പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. അത്രയൊരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. ഈ തിരുനെല്ലിക്കാട്ടിലോട്ടുള്ള യാത്രയെക്കുറിച്ച് ഞാൻ പരേഡിലെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ ലാലൊക്കെ പറഞ്ഞു, എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോകണം. ഞാൻ പറഞ്ഞു, പോകാം, നമുക്ക് ഇനി ഒരു കോഴിക്കോട് പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, അടുത്ത പ്രോഗ്രാം ഇല്ലെങ്കിൽ. അങ്ങനെ കാത്തിരുന്നൊരു കോഴിക്കോട് പ്രോഗ്രാം വന്നു. അൻസാറും പ്രസാദും ഹരിശ്രീ അശോകനും ലാലും സൈനുദ്ദീനും ഞാനൊക്കെയാണ് ട്രൂപ്പിൽ. അങ്ങനെ കോഴിക്കോട് വെച്ച് പോകാൻ തീരുമാനിച്ചപ്പോൾ സൈനുദ്ദീൻ പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ പോക്കോ എന്ന് പറഞ്ഞു. സൈനുദ്ദീൻ തിരിച്ച് കലാഭവൻ ടെമ്പോയിൽ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഞങ്ങൾ കടപ്പുറത്ത് ബീച്ചിലൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ബീച്ചിൽ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, അൻസാറാ ട്രൂപ്പ് ലീഡർ വന്ന്, എടാ പൈസ എടുക്കുക, പൈസ ഒന്നുമില്ല, പൈസ എടുത്തേ, പല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പൈസ തരാം. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് പൈസ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന് 100 രൂപയായി. 100 രൂപ എന്ന് പറയുമ്പോൾ നിസ്സാരമാക്കണ്ട. അന്ന് ഞങ്ങൾക്ക് 100 രൂപ ഒരു പ്രോഗ്രാമിന് തരുമ്പോൾ അന്ന് സ്വർണ്ണത്തിന് എന്താ 1000 സംതിങ് വില ഉള്ളൂ. അങ്ങനെയുള്ളൊരു കാലമാണ്. വെറും 1000 രൂപ. അപ്പോൾ അൻസാറിൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ അൻസാർ തരാമെന്ന് പറഞ്ഞിട്ട് ഇവന് ബീച്ചിൽ മണപ്പുറത്ത് ഇരുന്നിട്ട് ഇവൻ്റെ ഒരു പെട്ടിയുണ്ട്, ഷൂട്ട് കേസ്. അത് ഇങ്ങനെ പതുക്കെ തുറക്കാൻ നോക്കണ്ട്, തുറക്കില്ല. നീ പൈസ എടുക്കുന്നേ, പല കാര്യങ്ങളും നമുക്ക് പോകണ്ടേ, തരാന്നേ ഇങ്ങനെ പറഞ്ഞ് മടി കാണിച്ചപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി ഞങ്ങൾക്ക്. അവസാനം തുറക്കാൻ പറഞ്ഞ് ഇവൻ തുറന്നു കഴിഞ്ഞപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവൻ മടി കാണിച്ചതെന്ന് വെച്ചാലേ, ഇവൻ ഭയങ്കര എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോട് ചെയ്യുന്ന ആളാണ്. ഭയങ്കര സിൻസിയറാണ്, ഭയങ്കര സൂക്ഷ്മത. പൈസയൊക്കെ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് 10 പൈസയുടെ കണക്കുണ്ട്, ആ കണക്ക് പറഞ്ഞ് കൃത്യമായിട്ടും ഒക്കെ അവൻ്റെ കയ്യിൽ അങ്ങനെ അനാവശ്യ കാശൊന്നും വെക്കാത്ത ആളാണ്. അപ്പോൾ തുറക്കുന്നു പറഞ്ഞ് നോക്കി അവസാനം ഇപ്പം ചെയ്തതെന്ന് വെച്ചാൽ
ഇവൻ്റെ അടിവസ്ത്രത്തിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് വെച്ചേക്കാണ് കാശ്. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങൾക്ക് തരാനുള്ള കാശ്. അതാണ് ഈ മടി കാണിച്ചത്. പൈസയൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളോട് യാത്ര തിരിച്ചു. പിന്നെ അൻസാറായിരുന്നു ഞങ്ങളുടെ ഒരു മെയിൻ കക്ഷി. അങ്ങനെ യാത്ര ചെയ്ത് തിരുനെല്ലിയിലെത്തി. ഒരു സന്ധ്യ നേരമൊക്കെ ആയി. അപ്പോൾ രാവിലെ നമുക്ക് പാപനാശിനി പോകാം, അവിടെ നിന്ന് കുളിക്കാമെന്നൊക്കെ പറഞ്ഞു പ്രസാദ്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അപ്പോൾ താമസിക്കാനാണെന്ന് പ്രത്യേകിച്ച് ലോഡ്ജൊന്നുമില്ല അവിടെ. ആഗോള ലോഡ്ജ് എന്ന് പറഞ്ഞാൽ താമസിക്കാനൊരു ഇടമെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ സത്രമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല എ സി മൂടാണ്, നല്ല തണുപ്പാണ്. സിമെൻറ്റ് ഇട്ട തറ, എന്തോ 5 രൂപ 2 രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പായ് കിട്ടുക, ആ പായ് കിടന്നുറങ്ങാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുള്ള കഞ്ഞിയൊക്കെ കുടിച്ച് കിടന്നുറങ്ങാനുള്ള പരിപാടി അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, ഇതിൽ ഹൈന്ദവ വിശ്വാസികളല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാട്ടോ എന്ന് പറഞ്ഞു. ആ പ്രസാദിൽ പറഞ്ഞാൽ അങ്ങനെ ആരുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സമ്മതിച്ച്. അങ്ങനെ ഞങ്ങളൊന്ന് മാറി നിന്നിട്ട് പറഞ്ഞു, അശോകനൊക്കെ പറഞ്ഞു, ഇപ്പോൾ ഈ റഹ്മാനും അൻസാറും ഒക്കെ പ്രശ്നമാണല്ലോ, ലാല് വലിയ കുഴപ്പമില്ല പേര്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞ് റഹ്മാനെ എന്തായാലും സോമൻ എന്ന് വിളിക്കാം, അൻസാറിനെ അരവിന്ദൻ എന്നും വിളിക്കാം. ആയിക്കോട്ടെ. അങ്ങനെ ലാല് വീണ്ടും ഓർമ്മിപ്പിച്ചു, അത് ശ്രദ്ധിക്കണോട്ട് വെറുതെ രാത്രിയൊക്കെ കിടന്നിട്ട് അറിയാതെ വിളിച്ചു പോകരുത്, അധികം സംസാരം വേണ്ട, എങ്ങനെയും നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് നേരെ കാട്ടിലോട്ട് പോവാം, പാവനാശിനി കാണാൻ പോവാം എന്നൊക്കെ പറഞ്ഞു. പാവനാശിനി കണ്ട് പിന്നെ പക്ഷിപാതാളത്ത് പോകാം എന്നുള്ള പരിപാടിയിൽ ഒക്കെ പ്ലാൻ ചെയ്ത് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് മറിഞ്ഞ് കിടന്ന് ഉറങ്ങി എപ്പോഴോ ഒരു പാതിരാത്രിക്ക് അൻസാറിന് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി. അവൻ പുറത്തിറങ്ങി. അതൊന്നും നമ്മളറിയുന്നില്ല. ഞങ്ങൾ നല്ല ഉറക്കത്തില്ല. പെട്ടെന്ന് ഒരു ബഹളവും കരച്ചിലും ഒക്കെ കൂടി കേൾക്കണം. എന്താ സംഭവിച്ചാൽ ആൾക്കാരും വന്ന് അൻസാറിനെ പിടിച്ചേക്കണം ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ. സംഭവം എന്ന് വെച്ചാൽ ഇവൻ ഈ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയിട്ട് ഇരുട്ടിൽ ഇങ്ങനെ വെളിച്ചത്തിനാണ് മാറി നിന്നിട്ട് സാധിക്കണ സമയത്ത് പെട്ടെന്ന് പുറത്തെ വിളിച്ചുകൊണ്ട് പോയി, കറണ്ട് പോയി. അടിയാൻ സാറ് ഒറ്റ വിളിയാറെന്ന് പറയണേ, റഹ്മാനെ ഓടി വാടാ റഹ്മാനെ, കറണ്ട് പോയടാ. എന്നെ തന്നെ അവൻ വിളിച്ചു കൃത്യമായിട്ട്. കറക്റ്റ് വന്ന് പിടി വീണ് ക്ഷേത്ര ഭാരവാഹികളുടെ. പിന്നെ ഇത് ബാക്കി കാര്യമൊന്നും പറയണില്ല, അടി കൊണ്ടില്ല. പിന്നെ എങ്ങനെയോ രാത്രി പുറത്ത് കഴിച്ചു കൂട്ടി പിറ്റേ ദിവസം പക്ഷിപാതാളം കണ്ട് വളരെ ചിരിച്ച് മറിഞ്ഞ് ഞങ്ങൾ പോന്നു. ആ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു. ഞാൻ ഈ ഡ്രൈവറുടെ സീറ്റിൻ്റെ ഇപ്പുറത്ത് പുറയിലിരിക്കണം. ഞാൻ ചാടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാൻ, ഇറങ്ങാൻ ഡോറ് തുറക്കലും പെട്ടെന്നൊരു കറുത്ത ഒരാൾ വന്നിട്ട് ഇങ്ങനെ തോക്കിങ്ങനെ പിടിച്ചിട്ട് തോക്കിങ്ങനെ വെച്ചിട്ട് പറഞ്ഞ് പൈസ ഇടാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് കയറി എന്ന് പറഞ്ഞു, അകത്തോട്ട് കയറുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗത്തോട്ട് കയറി. അതുവഴി ഞങ്ങളുടെ സൗണ്ട് ഓപ്പറേറ്റർ ചെയ്യണ പരീക്ഷേട്ടനുണ്ട്, പരീക്ഷേട്ടൻ്റെ അവിടെ കൊണ്ട് തോക്ക് വെച്ച്, നീണ്ട തോക്കാ, പിസ്റ്റളൊന്നുമല്ല. പൈസ ഇട്ടില്ലെങ്കിൽ എല്ലാത്തിനും കൊല്ലുമെന്ന് പറഞ്ഞു.